ഒരാളെ നമ്മുടെ ശത്രുവാക്കാനായിട്ട് പൈസ കടം കൊടുത്താൽ മതി എന്നുള്ളത് അത് റിയലൈസ് ആയോ എപ്പോഴെങ്കിലും? സത്യമാണത്. മതി അത് കൊടുത്താൽ കഴിഞ്ഞ്. കാരണം പിന്നെ നമ്മളത് ചോദിക്കുമ്പോൾ അവർക്കത് വെറുപ്പാവും. എന്താ ഈ സിനിമയിലുള്ള കിട്ടുന്ന പൈസ, ചില ആൾക്കാർ സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന പൈസ സിനിമയിൽ വെറുതെ പൈസ തരിക എന്നുള്ള. നമ്മൾ രാവിലെ 6 മണിക്ക് കഴിഞ്ഞിട്ട് 7 മണിക്ക് 8 മണിക്ക് ലൊക്കേഷനിൽ ചെന്ന് രാത്രി 9 വരെ ഇതിൻ്റെ വർക്ക് ചെയ്ത് ഇതിന് ഇത്ര ദിവസങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് നമുക്കൊരു പൈസ കിട്ടുക. അതും ഓരോ ചെറിയ റോളിൽ നമ്മൾ മിമിക്രി കളിച്ച് അതൊന്ന് വന്ന് ഓരോ ചെറിയ റോളിൽ സിനിമയിൽ ചാൻസ് കിട്ടി അത് ചെയ്ത് വന്നിട്ട് നമ്മൾ കുറച്ച് നല്ല ക്യാരക്ടറിലേക്ക് വന്നപ്പം നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നതും ഓക്കെ. ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് നമ്മൾ പറയുന്ന പൈസയും ഒക്കെ കിട്ടുന്നുള്ളൂ. നമ്മളൊരു ഇത്ര പൈസ വേണമെന്ന് പറയുമ്പോൾ അപ്പം അത് കിട്ടി തുടങ്ങിയിട്ട് നമ്മൾ ഒരു അധ്വാനം ഇല്ലാതെ അപ്പോൾ കിട്ടുന്ന പൈസയാണ് സിനിമയിൽ എന്നുള്ള ഒരുവിധ ആൾക്കാരെ വിചാരം. ഇപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കാറ് വാങ്ങിയപ്പം ഞാനൊരു കാറ് വാങ്ങി ഒരു കീ. അപ്പം സ്വാഭാവികമായിട്ടൊരു നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അവർ ഫോട്ടോ എടുത്തിട്ട് ഹരീഷ് കണാരെ എന്നെ കാറെടുത്ത് അപ്പം തന്നെ ഫുൾ തെറിവിളി ഉണ്ടാവുക. നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു പൈസ പോലെ. അത് ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ പണി, ഓട്ടോറിക്ഷ ഓടിക്കൽ, കൽപ്പണി, ഇൻഡസ്ട്രിയൽ വർക്ക്, ഈ കണ്ട എല്ലാ പണിയും എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടി മിമിക്രി കളിച്ച് വന്നിട്ട് കുറേശ്ശെ എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം എന്ന് 4ാം ക്ലാസ് മുതൽ ആഗ്രഹിച്ചിട്ട് നമ്മൾ കുന്നോളം ആഗ്രഹിക്കുമ്പോൾ കുന്നിക്കുരോളം കിട്ടുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. അല്ലാതെ കഷ്ടപ്പെട്ട് വന്നതാണ്. അല്ലാതെ ബസ് സ്റ്റാൻഡ് കിടന്നുറങ്ങിയിട്ടും ബസ് സ്റ്റോപ്പ് കിടന്നുറങ്ങിയിട്ടും ഞാനും നിർമ്മലൊക്കെ, അല്ലാതെ ഒറ്റയടിക്ക് നേരം വെളുത്ത് ഞാൻ സിനിമാ നടനായതല്ല. ഈ ചില ഇനോഗ്രേഷനൊക്കെ വിളിക്കുമ്പോൾ പറയും, ചേട്ടാ അത്ര പറയുന്നത് നമുക്ക് റിബൺ കട്ട് ചെയ്യാനേ ഉള്ളൂ, അത്ര പണിയുള്ളൂ. ഈ റിബൺ കട്ട് ചെയ്യലിന് നമ്മൾ വേർത്ത് ചാവുന്നോണ്ടല്ല, ഈ ഇത്ര കൊല്ലത്തെ നമ്മളെ തന്നെ വിളിക്കുന്ന എന്തിനാ, അല്ല അവിടെ ആരെയും കൊണ്ട് റിബൺ കട്ട് ചെയ്ച്ച് പോയപ്പോൾ അപ്പോൾ റിബൺ കട്ട് ചെയ്യുന്നത് നമ്മൾ ഇത്ര വർഷത്തിൻ്റെ ഒരു റെമുനറേഷൻ ഉണ്ട്, വേറെ വരുമാനമൊന്നും ഇല്ല. അപ്പോൾ ഇതേ ഉള്ളൂ. അപ്പം അങ്ങനെ ചോദിക്കുന്നതാണ്. അപ്പം അല്ലാണ്ട് റിബൺ കട്ട് ചെയ്യൽ വലിയ ജോലിയായിട്ടല്ല. അതെ, ഇവിടെ പ്രസ് മീറ്റിൽ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ലീഗലി മൂവ് ചെയ്തിട്ടുണ്ടോ? ഞാനിത് ഒഴിവാക്കി വൈഫും എല്ലാവരും അത് ബൊട്ടാനിക്ക് അത് കിട്ടൂല. കാരണം ഒരാൾ തരൂലാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കിട്ടൂല. അയാൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാൻ ആ സമയത്ത് തിരക്കുള്ള സമയത്ത് ഞാൻ പിന്നെ അതേ സമയത്ത് പ്രോഗ്രാം ചെയ്യും, സ്റ്റേജ് ഷോ ചെയ്യും. ഇവിടെ ദുബായിൽ പോയി അവരെ കൂടെ അവിടെ ഇവിടെയൊക്കെ പ്രോഗ്രാമിന് പോകും. അതേ സമയത്ത് സിനിമ ചെയ്യും. പിന്നെ ഞാൻ ഒരു പൈസ അനാവശ്യമായിട്ട് ഞാനൊന്നും കളഞ്ഞില്ല. അതിനോട് ചോദിച്ചാൽ മതി. ഒരു നല്ല അത്യാവശ്യം സ്ഥലങ്ങളും വേറെ സേവിങ്സും അതും ഇതൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് എനിക്കിതൊന്നും ബാധിച്ച് പ്രശ്നം ഉണ്ടായില്ല അങ്ങനത്തെ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പ്രോഗ്രാംസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകണമുണ്ട്. മനസ്സിലായി. ഒരു സേവിങ്സ് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കും, പലരും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞില്ലേ ഹരീഷ്, കഴിഞ്ഞില്ലേ അപ്പം ഒന്നുമില്ലല്ലേ ചോദിച്ച ആള്. ഞാൻ പറഞ്ഞ പടം കുറവുണ്ട്, പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച 20 സെൻറ്റ് സ്ഥലം എടുത്ത് അതിൻ്റെ അഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടുള്ളൂ, കാറ് മാറ്റില്ലോ എന്ന് പറഞ്ഞു. മൂപ്പര് ഇതിൻ്റെ ഹരീഷിൻ്റെ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ 100-300 റുപ്യ കിട്ടുമ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിച്ചോ മൂപ്പര് ലൈഫ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഒരു പൈസ തീർന്നുകൊണ്ട് ഞാൻ സെന്തിലിനോട് പറഞ്ഞിട്ട് നേരത്തെ സംസാരിച്ചു, മൂപ്പര് ഹരീഷ് ജീവിക്കുന്ന അങ്ങനെ തന്നെയാണ്, അന്നങ്ങനെ ജീവിച്ചത് അങ്ങനെ തന്നെ. അല്ല ഞങ്ങളെല്ലാവരും കാര്യം കേട്ടോ. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടിപ്പാളി സൈഡിലേ ചോദിക്കുന്നത് ആ ചോദ്യം എന്താ? ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ ആൾക്കാർക്ക് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ നശിച്ചു പോയി ഫേസ് ടു ഫേസ് ഒക്കെ അങ്ങനെ അല്ല ഇപ്പം പടമൊന്നും ഇല്ലല്ലേ. ഞാൻ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും, ഇല്ല ഇപ്പം ഒന്നുമില്ല, ഞാൻ അഭിനയം നിർത്തി, ഇപ്പം പരിപാടി ഒന്നും ആരും വിളിക്കണില്ല, ഞാൻ നൃത്തം ചെയ്ത്. ഓ എന്തൊരു സന്തോഷം, അയാൾക്ക് ഭയങ്കര ഹാപ്പി. അത് ചിലർക്ക് അങ്ങനെ ഒരു ന്യൂസ് കേൾക്കാൻ ഭയങ്കര താല്പര്യമായിട്ടുള്ളതാണ്. ചേട്ടൻ തന്നെ പറഞ്ഞിരുന്നല്ലോ, അമ്മയിലൊക്കെ ആണെങ്കിലും നേരത്തെ ഇടവേള ബാബു ചേട്ടൻ പറഞ്ഞിരുന്നു മെമ്പർഷിപ്പ് എടുക്ക്. ഒരുപാട് സിനിമയുള്ള സമയത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ വൈകിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും വീണ്ടും മെമ്പർഷിപ്പ് എടുത്തോ? പിന്നെ ഞാൻ മെമ്പറായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 8-10 വർഷമായി. അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിന് ശേഷമാണെങ്കിലും ഈ ഒരു മാറ്റർ അവിടെ അവതരിപ്പിച്ചപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞാൻ ജസ്റ്റ് പറഞ്ഞു, പിന്നെ ഇതിൻ്റെ ഒക്കെ ഉത്തരവാദി ഞാൻ തന്നെയാണല്ലോ, കാരണം ഞാൻ ഇത് കൊടുത്തുകൊണ്ടാണല്ലോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഇപ്പം ഞാൻ സിനിമയിൽ വരാണ് ഒരു യോഗം ഉണ്ട്, ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കാൻ ഒരു യോഗമാണ് ഒക്കെ. ഇപ്പം വന്നത് ഞാൻ മിമിക്രിയിൽ വന്നതും സ്കിറ്റ് കളിച്ചതും മനോരമയിൽ വന്നതും സിനിമയിൽ വന്നതും ഒക്കെ ഒരു യോഗം, അതുപോലെ ഒരു യോഗ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായി. ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടും പിച്ച വെച്ച് തുടങ്ങുകയാണെന്ന്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ എല്ലാത്തിനെയും കണ്ടു പിച്ച വെച്ച് തുടങ്ങുകയാണെന്ന്. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ട്രാക്ക് മാറ്റാനാണോ ശ്രമിക്കുന്നത്? ഏത് രീതിയിൽ മുന്നോട്ട് ഒരു വിഷൻ ഉണ്ടാവും? എന്താണ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ അത് ചെയ്യുന്നുള്ളതാണ്. ഞാനിപ്പോൾ മനോരമേൻ്റെ ഒരു സിറ്റ്കോം തിരുവനന്തപുരത്ത് ഷൂട്ട് തുടങ്ങി. അത് പിന്നെ ജനുവരി 4 മുതൽ പിന്നെ വരും, ടെലികാസ്റ്റിംഗ് തുടങ്ങും. അത് നമ്മളെ സാൾട്ട് മാങ്കോട്ടി എന്ന് പറഞ്ഞ പടം ചെയ്ത രാജേഷ് നായരാണത് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പം രാജേഷേട്ടൻ എൻ്റെ അടുത്ത് ഈ സംഭവത്തിന് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് രാജേഷേട്ടൻ പറഞ്ഞൊരു വാക്ക്, ഹരീഷ് സിനിമയിൽ കള്ളു കുടിച്ചിട്ടോ പെണ്ണ് പിടിച്ചിട്ടോ ഔട്ടായി പോയ ഒരാളല്ല. ഹരീഷിൻ്റെ വിഷയം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം, എന്താ സംഭവിച്ചതെന്നും എനിക്കറിയാം. ഹരീഷിന് ഇത് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ സംഭവം കേട്ടപ്പോൾ രസമുണ്ട് പരിപാടി. അപ്പം ഷൂട്ട് തുടങ്ങി ജനുവരി 4 മുതൽ അത് വരും ചെയ്യും. അപ്പം പിന്നെ ഞാനിതിനൊരു നെഗറ്റീവായിട്ട് കാണില്ല, ഒക്കെ പോസിറ്റീവായിരുന്നു. ഞാൻ വീട്ടിൽ ജോലിയാണ്. ഞാൻ പണ്ട് മുതലേ ഇവൻ മിമിക്രിക്ക് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലടാ കുറച്ച് പരിപാടി ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞേ. ഒരു മാസം ചിലപ്പോൾ പ്രോഗ്രാം ഉണ്ടാവില്ല. അപ്പം അപ്പോഴേക്കും കാസർഗോഡ് അല്ലെങ്കിൽ 5-6 മണിക്കൂർ യാത്ര ചെയ്ത് പോകണം. പക്ഷേ ഞാൻ അന്നത്തെ 5 ഉറുപ്പ്യ കീശയിൽ ഒന്നുള്ള സന്തോഷത്തിൽ ഹരീഷിനെ വിളിക്കും, പോവാം. ഞാൻ 5 മണിക്കൂർ ട്രെയിൻ അവിടെ ഇരുന്ന് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ നോർത്ത് 24 കാർ എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യ സിനിമയിൽ വന്ന് നോർത്ത് 24 കാലത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തന്നെ ഹരീഷിനോട് ചേർന്നു ഒരു തോണിക്കാരൻ്റെ വേഷമുണ്ട്. ഫാസിൽ നെടുമണി സാറ് അവരുടെ കൂടെ ഒരു കോമ്പിനേഷനാണ്. ഡയറക്ടർ അനിലാഷ്ടമൻ സാറ് ചോദിച്ചു ആരാ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആരാന്ന് ചോദിക്കുമ്പോൾ ഹരീഷിൻ്റെ പേരാ പറയുക. ഞങ്ങളിങ്ങനെ മാട്ടാന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 ആൾ കളിക്കുന്ന ഷോ ഉണ്ട്, പ്രോഗ്രാം. അതിന് പോകുന്ന ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹരീഷ്, അപ്പോൾ ഹരീഷിന് വരാൻ പറഞ്ഞു. അപ്പോൾ സ്പാനർ 9 മണിയായിട്ടുള്ളൂ. ഹരീഷെ ഇന്ന് ഈ പടത്തിൽ ഞാൻ വലിയ ഹരീഷ് ഞെട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഒരു വേഷം നന്ദി കാലാകാലം കിടക്കട്ടെ എന്നോട് ഉണ്ടാവട്ടെ എന്നൊക്കെ രീതി വലിയ വിളിച്ച ഹരീഷ് അങ്ങനെ പടമുണ്ട് ഉണ്ടാണ്ടിരുന്നു. അത് 9 മണിയായി, ഞാൻ ചോറിന്ന് കിടക്കാൻ പോയി, ഞാൻ സിനിമേൻ്റെ പിന്നാലെ പോവുക. ഇങ്ങനെ ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇത്ര മടി. ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും സിനിമ കിട്ടിയാൽ മതി എന്നങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ ഇവനങ്ങനെ ഇത്ര വീട്ടിൽ നിന്ന് മടി, പുറത്തിറങ്ങാൻ മടിയും. കൃഷിയുണ്ട്, പരിപാടിയുണ്ട്, കപ്പ കുഴിച്ചിടും, അതുണ്ടാക്കും, കുറച്ച് മീനൊക്കെ ഉണ്ടാക്കും അവിടെ കിച്ചണിൽ. അപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അത്ര മടിയുള്ളവന് ദൈവം കൊടുത്ത ശിക്ഷയാണ് വീട്ടിൽ കയറാൻ പറ്റാത്ത അത്ര തിരക്കായി. അത്രയ്ക്ക് ഒരു ഹോംലി മാൻ അല്ലെ, വീട് അഡിക്ഷൻ ആണ്. മടിയാ, ഹോംലി മാൻ ആണ്, മടിയാണ്. അതെ, ഇത്രയൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കും. മൗന സമ്മതം. ഞാൻ വീട്ടിലെത്തി ആ ചുറ്റുമതിൽ നിന്ന് പുറത്തിറങ്ങലില്ല, ആ വീട്ടിൽ തന്നെ. ഇനി എന്ത് ഞായറാഴ്ച എന്തെങ്കിലും കമ്പനിയും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയാണ്, വീട്ടിലാണ്. കോവിഡ് സമയത്തൊക്കെ ആരോ കഥ പറയാൻ വന്ന് ഹരീഷേട്ടാ ഗേറ്റ് തുറന്നില്ലേ, എന്തേടാ ഒരു കഥ പറയാനുണ്ട്, കഥ പോയിരിക്കുക, മൊത്തം ആൾക്കാരെ കഥ പോയിരിക്കുക, കേക്കണ്ട പൊയ്ക്കോ ഗേറ്റ് തുറക്കൂല, പൊയ്ക്കോ. കോവിഡ് സമയത്ത് തുറക്കാൻ പേടിച്ചിട്ട് പൊയ്ക്കോ കഥയൊന്നുമില്ല, ആരെ കഥ എടുക്കില്ല, കഥ മൊത്തം പോയി കുത്തിരിക്കുക.